ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ 8 മണിയായപ്പോൾ നമ്മളൊരു പുട്ടുകടയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ റീൽസിലൊക്കെ കണ്ട് വൈറലായിട്ടുള്ള പുട്ടും ബീഫും കിട്ടുന്ന ഷോപ്പാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോഴാണ് അത് നമ്മുടെ തൊട്ടടുത്താണ്. അപ്പോൾ നമ്മളുടെ കസിൻസും ഒക്കെ ഇവിടെ സ്ഥിരം വന്ന് പുട്ടും ബീഫും കഴിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഉമ്മ അടുത്ത് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കണ്ട, നമ്മൾ പുട്ടും ബീഫൊക്കെ വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് നേരെ അവിടെ വന്നതാണ് കേട്ടോ. വന്നപ്പോൾ തുടങ്ങിയ ആളുകളുടെ തിരക്കാണ്. സ്പേസ് വളരെ കുറവാണ് കേട്ടോ. കുറച്ച് ഒരു 10 പേർക്ക് ഇരിക്കാനുള്ള ഒരു ചെറിയൊരു സ്പേസിലായിട്ടാണ് ഷോപ്പ്. പക്ഷേ ബീഫ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അടുപ്പത്തിട്ട് വെക്കുന്ന ബീഫാണ്. വേറെ പ്രത്യേകതകളൊന്നുമില്ല, അവരുടേതായിട്ടുള്ള മസാലക്കൂട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എല്ലാം അടുപ്പിൽ കനലുണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഡിഫറൻസ് ആണ് കേട്ടോ എനിക്ക് തോന്നിയത്. ബീഫൊക്കെ ഒരുപാട് മസാല ഒന്നുമില്ലാത്ത നല്ലൊരു ചാറോട് കൂടിയിട്ടുള്ളൊരു ബീഫായിരുന്നു. അപ്പോൾ അത് പാഴ്സൽ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഞാനൊരു ഹോർലിക്സും കുടിച്ചു, അതൊരു ചായയൊക്കെ കുടിച്ചു. പിന്നെ ആ സമയത്ത് കുറച്ച് കോളൊക്കെ വന്ന് കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നു. അങ്ങനെ സമയം കുറച്ചധികമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം പ്ലാൻ ചെയ്യും, ഇന്ന് രാവിലെ അവിടെ നിന്ന് പോരും. അപ്പോൾ ആൾക്ക് രാത്രിയിലത്തേക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ നെടുവന്നൂരിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്നായിട്ട് വിചാരിച്ച്. അപ്പോൾ മീനൊക്കെ വാങ്ങിക്കാനുണ്ടായി, അതേപോലെ പെട്രോൾ അടിക്കാനുണ്ടായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇത് പാഴ്സലൊക്കെ വാങ്ങി വന്നപ്പോൾ കുറച്ച് സമയമായിട്ട് ഒരു 10:30 ആയിട്ടുണ്ടായി. പിള്ളേരൊക്കെ എന്തായാലും വിശന്നൊക്കെ ഇരിക്കുകയായിരിക്കും. ഉമ്മ തലേ ദിവസത്തെ ദോശയൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആൾ കഴിച്ചേ ഇല്ല. വൈകുന്നേരമാണ് ആൾ ബീഫ് കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് പൊരിച്ച പത്തിരിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ പുട്ട് എനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. കുറച്ച് തരിതരിപ്പുള്ള ഒരു പുട്ടുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. നമ്മുടെ നോർമൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടായിരുന്നില്ല. അപ്പോൾ അതിലേക്ക് ബീഫ് ഒഴിക്കുമ്പോൾ ആ ഒരു കുതിരാനായിട്ട് കുറച്ച് സമയം എടുക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അതിനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് പുട്ടായിരുന്നു. പക്ഷെ ബീഫ് കറി അടിപൊളിയായിരുന്നു. അടുപ്പത്തിട്ട് വെക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേയും കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഇതേ കുളിച്ച് റെഡിയായിട്ട് ഇതേ പള്ളിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാനാണ്. അപ്പോൾ അതേപോലെ ക്ലീനിങ്ങിന് താത്തായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വെജിറ്റബിൾ വാങ്ങിയിട്ടുള്ള ഷോപ്പിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടപ്പനും അതേപോലെ വെജിറ്റബിൾസ് കട്ട് ചെയ്തത് പാക്കറ്റായിട്ട് വിൽക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ കുടപ്പൻ കണ്ടപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തോന്നി. അപ്പോൾ അതും പിന്നെ അച്ചിങ്ങയും കായയും ക്യാരറ്റും കൂടി കട്ട് ചെയ്തത് അതും ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 40 രൂപയായിരുന്നു ഒരു പാക്കറ്റിന്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. രണ്ടും നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നമ്മൾ തോരനാക്കിയിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കുടപ്പന് കയ്പ്പ് ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം ഏത് ടൈപ്പ് കുടപ്പനാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആദ്യം ഉള്ളി മുളകൊക്കെ ഇട്ടൊന്ന് ഒലത്തി എടുക്കുന്നുണ്ട്. നമ്മുടെ അച്ചിങ്ങയും കായും ക്യാരറ്റും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ തന്നെ ഇട്ട് ഇളക്കി വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ പണി കഴിഞ്ഞ് നേരെ മാറ്റി വെച്ചിട്ട് ഇതേ കുടപ്പൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതേ പാൻ വെച്ചു, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു കുടപ്പൻ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കയ്പോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങയും ചെറിയുള്ളിയും ചെറിയ ജീരകവും പച്ചമുളകൊക്കെ അതും ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട്. പിന്നെ നേരെ വേവിക്കാൻ വേണ്ടിയിട്ട് കുടപ്പൻ നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് ഇളക്കി വേവിച്ചെടുക്കുകയാണ്. എന്നിട്ടത് ലാസ്റ്റ് തേങ്ങയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോറ് വെക്കണ പണി ഉമ്മാക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വെള്ളച്ചോറാണ് കൂടുതലിഷ്ടം. അപ്പോൾ അത് കുറച്ച് ഉമ്മ കുക്കറിൽ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുത്തരി ആണെങ്കിൽ അടുപ്പത്താണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉമ്മ നോക്കിക്കോളും. കറികൾ മാത്രം നമ്മുടെ ഡ്യൂട്ടി ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഇന്ന് പാക്ക് ചെയ്തെല്ലാം കൊണ്ടുപോവുകയും വേണം. അപ്പോൾ കുറേ ഡ്രസ്സുകൾ ഉണങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ അറിയാലോ മഴയായതുകൊണ്ട് തന്നെ ഉണങ്ങൽ ഭയങ്കര സ്ലോ ആയിട്ടാണ്. അപ്പോൾ കുറേ പകുതി ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ ഞാൻ റൂമിൽ കൊണ്ടുപോയിട്ട് ഫാനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നേരം കൊണ്ട് വേഗം ഉണങ്ങട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ രാവിലെ തുടങ്ങി ചെറിയ രീതിയിൽ പാക്കിങ്ങും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പോരുമ്പോൾ അത്യാവശ്യം ഡ്രസ്സുകൾ കൊണ്ടുവരും, കാരണം കല്യാണം ഉണ്ടായിരുന്നു ഓൾറെഡി. അതേപോലെ പിള്ളേർക്ക് എപ്പോഴും ഡ്രസ്സ് കൂടുതൽ വേണമല്ലോ, ചെറിയ ആൾക്കൊക്കെ എപ്പോഴും ഡ്രസ്സ് മാറുകയും പിടിക്കുകയൊക്കെ വേണ്ടതുകൊണ്ട്
ഞാൻ അത്യാവശ്യം എല്ലാ ഡ്രസ്സും അവിടെ നിന്ന് കൊണ്ടുവരും കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പെട്ടിയിലേക്ക് റീപാക്ക് ചെയ്യലും ഒരു പണിയാണ്. അപ്പോൾ ചെറിയ രീതിയിൽ ഞാൻ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഡ്രൈ വാഷ് ചെയ്യാനുള്ളത്, കല്യാണമൊക്കെ കഴിഞ്ഞത് കുറച്ച് ഡ്രൈ വാഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഒക്കെ ഒന്ന് മാറ്റിയൊക്കെ എടുക്കുന്നുണ്ട്. അതേപോലെ ഉണങ്ങിയത് വേറെ, ഉണങ്ങാത്തത് വേറെ, പിന്നെ അലക്കാനുള്ളത് അതൊക്കെ ഞാനിവിടെ ഇട്ടിട്ടാണ് കേട്ടോ പോണത്. അതൊക്കെ അലക്കി ഉടക്കി വെച്ചോളും. അതിൻ്റെ ഇടയിൽ കുടപ്പൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മീൻ വാങ്ങിക്കാൻ പോയപ്പോൾ ഇന്ന് ട്രോളിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല മീനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളൊരു 3-4 ഷോപ്പിൽ കയറി നല്ല ഫിഷ് ഏതെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ നല്ലതൊന്നും കിട്ടിയില്ല. അവസാനം പിലോപ്പിയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അത് കറി വെക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വെളിച്ചെണ്ണയിൽ. ഇവിടെ എപ്പോഴും തേങ്ങാപ്പാൽ ഒഴിച്ച് തന്നെയാണ് കേട്ടോ മീൻകറി വെക്കാറ്. ഇവിടെ വേറെ ഓപ്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഫിഷൊക്കെ ആണെങ്കിൽ ഇക്കാടെ വീട്ടിലാണെങ്കിൽ വറുത്തരച്ച് വെക്കും, ചില മീനുകൾ തേങ്ങ അരച്ച് വെക്കും, ചിലത് മുളക് ചാറ് വെക്കും. ഇവിടെ ആ ഒരു പരിപാടി ഒന്നുമില്ല. എല്ലാം വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഉമ്മിച്ച് വേറൊരു രീതിയിലാണ് വെക്കുന്നത്. എന്നാലും ഫൈനലി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മീൻകറിയേ വീട്ടിലുള്ളൂ. അപ്പോൾ എല്ലാം മുരിഞ്ഞ് വന്നപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു. പിന്നെ തിളച്ച് വന്നപ്പോൾ നമ്മുടെ കഴുകി വെച്ചേക്കുന്ന പിലോപ്പി പീസുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് തലേ ദിവസത്തെ ഫിഷ് പൊരിക്കാനൊക്കെ മസാല വെച്ചത് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുക്കേണ്ട വന്നിട്ടില്ല. പിന്നെ തലേ ദിവസത്തെ മീൻകറിയും എല്ലാം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെനിക്ക് കൊണ്ടുപോകേണ്ടത് കൊണ്ട് വേഗം കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കി എടുക്കണമെന്ന് മാത്രം. അതേപോലെ പൊരിക്കാനുള്ളതാണെങ്കിലും മസാല തേച്ച് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വന്നിട്ട് കാക്ക രാത്രി അങ്ങനെ പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ ഞാൻ കൊണ്ടുവന്ന ബീഫ് കറി 4 പേർക്ക്, വലിയ ആൾക്കാർക്കും ചെറിയ പിള്ളേർക്ക് 2 അങ്ങനെ അളവാണ് കേട്ടോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പുട്ടും ബീഫും നല്ലോണം ബാക്കി വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതും കുറച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അതും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇപ്പുറത്തേക്ക് ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ അതേ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പെട്ടി പാക്കിങ് അതേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണങ്ങാനുള്ള ഡ്രസ്സുകളൊക്കെ അതേ റൂമിൽ കൊണ്ടുപോയി ഇതേ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ആ പണികളൊക്കെ ഓൾമോസ്റ്റ് പകുതിയായി. പിള്ളേരുടെ കുളി കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇത്താത്തായും മൻഹായും ഒക്കെ ഹെയർ കെയറും ട്രീറ്റ്മെൻറ്റിലൊക്കെയാണ് കേട്ടോ. എണ്ണയൊക്കെ ഇട്ട് സെറ്റായിട്ട് അപ്പുറത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു ഹോം ടൂർ പോലെ വീഡിയോ എടുത്തതാണ് കേട്ടോ എല്ലായിടും. അപ്പോൾ ക്ലീനാക്കി ഇട്ടേക്കണതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാമല്ലോ. ഇത് ഞങ്ങളുടെ കുട്ടി സ്റ്റോർ റൂമാണ്, കിച്ചണോട് ചേർന്നിട്ടുള്ള. ഇതിൻ്റെ അകത്താണ് കേട്ടോ അമ്മച്ചി സാധനങ്ങളെല്ലാം വെക്കുന്നത്. ഇതൊരു വലിയ പെട്ടിയാണ്, പണ്ടത്തെ നമ്മുടെ അരിയൊക്കെ ഇട്ട് വെക്കുന്ന പണ്ടത്തെ പെട്ടി ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ ഇറക്കി വെക്കും. കിച്ചണോട് ചേർന്നിട്ടുള്ള സ്റ്റോർ റൂമാണ് കേട്ടോ അത്. അപ്പോൾ അംദാനും ഹാറൂനൊക്കെ അതേ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിയ ആ നാടൻ സംഭാരമാണ് കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ് ഹംദാന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവന് ബീഫും ഫിഷ് കറിയും രണ്ടും കൂടി കൂട്ടിയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് പറയും, പക്ഷെ ആൾക്ക് രണ്ടും നല്ല ഇഷ്ടപ്പെട്ടു. ഇന്നലത്തെ ഇന്ന് വെച്ച പിലോപ്പിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കറി. അപ്പോൾ അതും ഫിഷ് ഫ്രൈയും ബീഫൊക്കെ കൂട്ടിയാണ് ഹംദാൻ കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ മാങ്ങ ചമ്മന്തിയും കൂടി അരച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്താ പറയുക, സെറ്റാണ്. പിള്ളേർക്ക് എന്തായാലും അങ്ങനെ വിളമ്പി കൊടുത്തതാണ് കേട്ടോ. നമ്മുടെ കുളി കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാനും ഉമ്മായും ഇത്താത്തായൊക്കെ കുളിയും നിസ്കാരവും ഫുഡടിയൊക്കെ കഴിയുമ്പോൾ എല്ലാ ദിവസവും ഒരു 3 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് നേരത്തെ ഇറങ്ങണം. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇക്ക ഫ്ലൈറ്റ് ഇറങ്ങുമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ വിളിക്കാം. അതനുസരിച്ച് ഇക്കാനെ വിളിച്ചിട്ട് പിക്ക് ചെയ്തിട്ട് ഒരുമിച്ച് കളമശ്ശേരിക്ക് പോകാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. അപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെള്ളയപ്പത്തിനും കൂടി അരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ തലേദിവസം തന്നെ പച്ചരി ഇതെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് എടുക്കാമല്ലോ. മുട്ടക്കറിയോ എന്തെങ്കിലും ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതെല്ലാം ഫുഡെല്ലാം പാക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കിടക്കാതെ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്നിട്ട് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഉച്ചയുറക്കം നമുക്ക് മിസ്സായിട്ടുണ്ട്. ഹംദാൻ നമ്മുടെ കൂടെ വരണമെന്നേ ഇല്ല കേട്ടോ. വാപ്പി വന്നെന്ന് പറഞ്ഞിട്ടും ആള് നെടുവന്നൂർ വന്ന് നിന്നപ്പോൾ ഇവിടെ സെറ്റായി. ഇവിടെ കളിച്ചോളാം, ഉമ്മി പൊക്കോ എന്നൊക്കെയാണ് പറയണത്. പക്ഷേ എനിക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ ഹംദാൻ എൻ്റെ കൂടെ വേണം. കാരണം ഹാസിമിനെ പിടിക്കാൻ ഒരാൾ വേണം. പെട്ടെന്നായിരിക്കും അവൻ്റെ സ്വഭാവം മാറണേ. ഹാറൂൻ പിടിച്ചാൽ അവൻ്റെ കയ്യിലൊന്നും നിൽക്കില്ല കേട്ടോ.
അപ്പോൾ ഹംദാൻ വരുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. വാപ്പി വരുന്ന കാര്യം പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് അങ്ങനെ കൊണ്ടുപോവുകയും ചെയ്തത്. ഹാറൂൺ നല്ല എക്സൈറ്റഡ് ആണ്, വാപ്പിനെ കാണാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. എപ്പോഴാണ് വരണേന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും താത്തായും കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നല്ല വിശപ്പുണ്ട് കേട്ടോ. ഫുഡൊക്കെ അതേ വിളമ്പി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഉമ്മ കുളിക്കാനൊന്നും പോയിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും കഴിഞ്ഞാലാണ് ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ കേട്ടോ. ആളുടെ ഒരു പ്രശ്നം അതാണ്. ആളോട് കുളിക്കാൻ പറഞ്ഞാലും നിങ്ങളുടെ കഴിയട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കും. അപ്പോൾ എല്ലാ ഫുഡും കൂടി വിളമ്പാണ് കേട്ടോ. കണ്ടിട്ട് തന്നെ കൊതിയായിട്ട് വയ്യ. തോരനും ചമ്മന്തി എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ കറക്റ്റ് ഒരു 5 മണിയായപ്പോൾ ഇക്കാനെ വിളിച്ചപ്പോൾ ആള് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കോള് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഫോൺ എടുത്ത് ജസ്റ്റ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു 5:30 മണിയൊക്കെ ആവുമല്ലോ. അപ്പോൾ അതനുസരിച്ച് ഞാൻ വേഗം ബാക്കിയുള്ള ഡ്രസ്സുകളും എല്ലാം പാക്ക് ചെയ്ത് പെട്ടിയിലേക്ക് കയറ്റാണ് കേട്ടോ. ഇക്കാടെ പെട്ടി കയറ്റാനുള്ള സ്ഥലമില്ല, കാരണം എനിക്ക് നെടുവന്നൂരിൽ നിന്ന് കൊണ്ടുപോകാൻ തന്നെ അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഡിക്കിയിലേക്കാക്കി പിന്നെ കൊണ്ടുപോകാനുള്ള ഫുഡുകൾ പാക്ക് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ അതേ ഒരു ബോക്സിലേക്ക് ആക്കുന്നുണ്ട്. എന്തിൽ കൊണ്ടുപോകുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്ന് പെട്ടിയൊക്കെ ഒന്ന് നോക്കിയപ്പോഴാണ് കുറേ ഡിസ്പോസിബിളിൻ്റെ ബോക്സ് കിട്ടിയത്. അതെന്തായാലും നന്നായി. അങ്ങനെ ഫിഷ് കറി, ബീഫ്, പുട്ട്, റൈസ്, 2 ടൈപ്പ് തോരൻ, മീൻകറി, ഫിഷ് ഫ്രൈ എല്ലാം പാക്ക് ചെയ്തിട്ട് ഒരു 5-8 ബോക്സ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി കവറിലാക്കി. പിന്നെ വെള്ളയപ്പത്തിൻ്റെ മാവും ഉണ്ടായിരുന്നു, അതും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലാക്കി പാക്ക് ചെയ്ത് ഇറങ്ങി. അപ്പോൾ ഹംദാനും ഹാറൂനും കറക്റ്റ് സമയത്ത് മീൻ പിടിക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു കേട്ടോ. ഹംദാൻ ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എത്തി. ഹാറൂനെ ഞാൻ പോണ വഴിക്കാണ് കേട്ടോ പിക്ക് ചെയ്തത്. അപ്പോൾ അത് കുഞ്ഞി കറുപ്പിനെയും മീനിനെയൊക്കെ പിടിച്ച് ആളവിടെ നിൽക്കണ്ടായിരുന്നു. അങ്ങനെ അവനെയും വണ്ടി കയറ്റി നേരെ എയർപോർട്ടിലേക്ക് പോയി. നമ്മുടെ വീട്ടിൽ നിന്ന് ഏറ്റവും അടുത്താണ് കേട്ടോ നെടുമ്പാശ്ശേരി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും സുഖമാണ് ഈ ഒരു കാര്യത്തിൽ. അൽഹംദുലില്ലാഹ് വരാനും പോകാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇവിടെ വന്ന് ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തതും ഞങ്ങൾ ഇക്കാനെ കണ്ടതും ഒപ്പം വരുന്നു കേട്ടോ. അങ്ങനെ വേഗം ഇക്കാനെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ താഴമ്മാടത്തൊക്കെ പോയി അവിടെ കുറച്ച് നേരം ഇരുന്നു. 8 മണിയായപ്പോൾ തന്നെ ആൾ ഡിന്നറൊക്കെ കഴിച്ചു കേട്ടോ. എല്ലാം കഴിച്ചു. ചോറും ബീഫും പുട്ടും എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാം കഴിച്ചു. ആൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങണതല്ലേ. പിന്നെ ഫ്ലൈറ്റിൽ നിന്നുള്ള ഫുഡാണെങ്കിലും വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ റെസിപ്പീസും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.